ഒരു ആൾ മരിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കേട്ടോ, ദീനിലില്ലാത്ത കാര്യമാണ് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കൻ ഓതല്. ദീനിലില്ലാത്ത കാര്യമാണ്. ചെറിയ ഉദാഹരണം പറയാം, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണ് പറയണത്. ആ ദീനിലില്ലാത്ത കാര്യമാണ് ഉറക്ക ദിക്റിൽ പോവുക എന്നുള്ളത്. തെളിവാണോ? ഇമാം നബവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി, അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അൽ അദ്കാർ എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാ എന്ത്, അസ്സുഖൂതു ഫി ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്റിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലി ശബ്ദമുയർത്തരുത്. ആരാ പറയണത്? ഈ നാട്ടിലെ സമസ്തയിൽപ്പെട്ടവർ പറയാം ഞങ്ങൾ ഷാഫി മദ്ഹബാണ്. അതിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ പറയാ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ഖുർആൻ ഓതി ശബ്ദം ഉണ്ടാക്കരുത്, ദിക്ർ ചൊല്ലി ശബ്ദമുയർത്തരുത്. അപ്പൊ ഞങ്ങള് നബിയും സഹാബത്തും പോയതുപോലെ മിണ്ടാതെ പോയാ പറയും പുത്തംവാദികള് എന്ന്. കണ്ടോ? ഒരു ഉദാഹരണമാണ്. അങ്ങനത്തെ എത്ര ഉദാഹരണം വേണം? മയ്യത്തിന്റെ അടുത്തിരുന്ന് ഞങ്ങൾ ഖുർആൻ ഓതലില്ല. സാന്ദർഭികമായിട്ട് പറയാ, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാത്തോണ്ടല്ല. പിന്നെ ഖുർആൻ ഓത് ഞങ്ങൾ പല സമയത്ത് ഓതാറുണ്ട്. മഗ്‌രിബിന്റെ ശേഷവും സുബൈക്ക് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് ഓതാറുണ്ട്. ഒരാൾ മരിച്ചാൽ അതിന് ചുറ്റും ഇരുന്ന് ഒരു ഖുർആൻ ഓത്തിന്റെ സമ്പ്രദായം ദീനീപരമായ ഒരു ആചാരമായി നബിയോ സഹാബത്തോ താബീങ്ങളോ തബഅത്താബീങ്ങളോ മദ്ഹബിന്റെ ഇമാമുകളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഉറപ്പിച്ച പറയണത് ഇല്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ സാധാരണക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറയണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തൊന്നും എടുത്ത് നോക്ക്. നിങ്ങളെ നാട്ടിലെ സമസ്തന്റെ പള്ളിയിൽ പോയി ഉസ്താദിനോട് ചോദിക്കുക, ഇവിടെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ ഉണ്ടോന്ന്. ഉണ്ടെന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതനാ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാ ആ തഫ്സീർ ഒന്ന് തരി. എന്തിനാ തഫ്സീർ ചോദിക്കുന്നത്? ഈ എന്ന ആയത്തിന്റെ വിശദീകരണം ഒന്ന് വായിച്ചരാൻ പറയാം ഉസ്താദിനോട്. ഇതൊക്കെ സാധാരണക്കാർക്ക് വേഗം മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ വായിക്കാം അവിടുന്ന്, എന്നിട്ട് നിങ്ങൾ ഇല്ലാത്തതാണോ പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കുങ്ങൾ. ഞാൻ പറയാ, അവിടെ ഒരാൾ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ അതിന്റെ വിധി എന്താ അതിന്റെ വിധി? ആരാ പറയണത്? പള്ളി ദർസിലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ പണ്ഡിതന്റെ തഫ്സീറിൽ ഷാഫി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. ഏതായത്തിന്റെ വിശദീകരണം ഒന്നുകൂടി കേട്ടോ. നീ തിരിച്ചു നിങ്ങൾ ചോദിച്ചോളി ഞങ്ങളോട്, മുജാഹിദ് പ്രസ്ഥാനം ഇന്നത് ചെയ്യില്ല, എവിടെ തെളിവ്? ഞങ്ങൾ ദീനിന്റെ പരമായി ആചാരമായി അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത ഒന്ന് ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചാൽ അത് സ്റ്റോപ്പാക്കാൻ, നിർത്താൻ, തെളിവില്ലാത്തതാണെന്ന് കണ്ടാൽ നിർത്തലാക്കാൻ 100% ഞങ്ങൾ റെഡിയാണ്. തിരിച്ച് 100 കണക്കിന് കാര്യങ്ങൾ ചോദിക്കാം. അതിനാ ഞാൻ ചില ഉദാഹരണം പറയണത്. അപ്പോൾ മരിച്ചെടുത്തിരുന്ന് ഖുർആൻ ഓതാൻ തെളിവുണ്ടോ? എന്താ തഫ്സീർ പറഞ്ഞു കേട്ടോളൂ. വമിൻ നാദിഹില്ലായ അൽ കരീമ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകളുടെ ഖൗലായി, അവരുടെ അഭിപ്രായമായി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. വമിനാദിഹില്ലായ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിംബാത്ത് ചെയ്യുകയാണ്, തെളിവെടുക്കുകയാണ്. വമനിത്തബഅഹു, ഇമാം ഷാഫിയെ പിന്തുടർന്നവരും ഇസ്തിംബാത്ത് ചെയ്യുകയാണ്. എന്താ ഇസ്തിംബാത്ത് ചെയ്യുന്നത്? ലാ അന്നൽ ഖിറാഅത ലാ യസ്ലി ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ. ഒരു മയ്യത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അയാൾക്കതിന്റെ കൂലി കിട്ടുകയില്ല, പ്രതിഫലം എത്തുകയില്ല. എന്താ കാരണം? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനത്തിലോ അധ്വാനത്തിലോ പെട്ടതല്ല. ഇനി കേട്ടോ, വലിഹദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മത്തിനെ ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ? മരിച്ചാൽ മയ്യത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നൊരു ആചാരം സുന്നത്തായി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഖണ്ഡിതമായ തെളിവോ സൂചനാപരമായ തെളിവോ വന്നിട്ടില്ല. വലം യുൻഖൽ ദാലിക സഹാബത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചു വന്നിട്ടുമില്ല. റളിയല്ലാഹു അൻഹും, സഹാബികൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ മരിച്ചാൽ മയ്യത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തില്ല, നബി ഓതിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് നബി ഖുർആൻ ഓതിയത്, സഹാബത്ത് ഖുർആൻ ഓതിയത്,
താബീങ്ങൾ ഖുർആൻ ഓതിയത്, മദ്ഹബിന്റെ ഇമാമുകൾ ഖുർആൻ ഓതിയത് ഈ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർക്ക് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഷാഫി മദ്ഹബിന്റെ തഫ്സീറിൽ നിന്നാണ് വായിച്ചത്. അങ്ങനെ വല്ല ഖൈറും അതിലുണ്ടായിരുന്നെങ്കിൽ, ഈ ഇബാറത്ത് ഇവിടെ ആ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, വലൗ കാന ഖൈറ, വല്ല ഖൈറും അതിലുണ്ടായിരുന്നെങ്കിൽ ലസബഖൂന ഇലൈഹി, ഈ വിഷയത്തിൽ നമ്മളെക്കാൾ മുമ്പ് അവർ മറികടക്കുമായിരുന്നു, സഹാബത്ത് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ 2 ഉദാഹരണം പറഞ്ഞ് അല്ലേ. ഇനി മയ്യത്തിന്റെ അടുത്ത് നിന്ന് തൽക്കീനോദലോ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു തരാം. മയ്യത്തിന്റെ അടുത്ത് നിന്ന് തൽക്കീനോദലോ അള്ളാന്റെ റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യണില്ല. കണ്ണൂക്ക് അള്ളാന്റെ റസൂലും സഹാബത്തിനും അറിയില്ല. നിങ്ങൾ ചോദിച്ചോക്ക്, ബാപ്പാന്റെ കണ്ണ് ചാടി പോണ ദിവസം, ഉമ്മാന്റെ കണ്ണ് ചാടി പോണ ദിവസം, പുഴുക്കൾ കയറിയിട്ട് കബറിൽ നല്ല നനഞ്ഞ മണ്ണ് അല്ലെങ്കിൽ പുഴുക്കൾ കൂടുതലുള്ള സ്ഥലം, ശരി കണ്ണ് ചാടിയേക്കാം, നമുക്കറിയില്ല, അല്ലാഹു ആലം. ഇനി അഥവാ കണ്ണ് ചാടി പോകുന്ന കണ്ണൂക്ക്, അന്ന് ബാപ്പാന്റെ കണ്ണ് ചാടും തന്നെ വിചാരിച്ചോ, ഉമ്മാന്റെ കണ്ണ് ചാടും തന്നെ വിചാരിച്ചോ, എന്നാ നമ്മളെല്ലാരും വിളിച്ചിട്ട് ബിരിയാണി കൊടുക്കല ആണോ? നമ്മളെല്ലാരും വിളിച്ചിട്ട് ഒരു ബിരിയാണി അതിന്റെ വക, ഉമ്മാന്റെ കണ്ണ് ചാടി പോണ ദിവസം, ബാപ്പാന്റെ കണ്ണ് ചാടി പോണ ദിവസം. ഇത് പ്രമാണത്തിലില്ല. ബുദ്ധിക്കെങ്കിലും യോജിക്കുന്നുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഇങ്ങനെ രാജാരില്ല 40 ആഘോഷിക്കല് അള്ളാന്റെ റസൂലും സഹാബത്തിനും പരിചയമില്ല. ആണ്ട് നടത്തല് അള്ളാന്റെ റസൂലും സഹാബത്തിനും പരിചയമില്ല. ഇനി തിരിച്ച് നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഏർപ്പാട്, മുജാഹിദുകൾ ചെയ്യുന്ന, ഇത് എവിടെ തെളിവ്? ചോദിക്കുക, നിങ്ങൾ പഠിക്കുക, അന്വേഷിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇതൊക്കെ പറയുന്നത്. ഇതിനൊന്നും പ്രമാണമില്ലാന്ന്, ഇതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല.